കൃഷിപ്പണിക്കാളില്ല, കാലാവസ്ഥ ചതിച്ചു, വിളകൾക്ക് രോഗങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളില്ല, വിപണന സൗകര്യങ്ങളില്ല, കുറഞ്ഞ വരുമാനമായതിനാൽ കൃഷിയിൽ ചെറുപ്പക്കാർക്ക് താൽപ്പര്യമില്ല, ഭൂമാഫിയകൾ കാരണം കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു എന്നിങ്ങനെ വയനാടൻ കർഷകരുടെ പ്രശ്നങ്ങൾ തുടരുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായ ഗ്രാമവാസ പരിപാടിയിൽ സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിലെ കർഷകരുമായി ആശയവിനിമയം നടത്തിയപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ പട്ടിക നിരന്നത്. കേരള കാർഷിക സർവകലാശാലയിൽ 1995 അഡ്മിഷൻ ബാച്ച് മുതൽ നടപ്പിലാക്കിയ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് 2014 മെയ് 18 മുതൽ 28 വരെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിൽ 21 വിദ്യാർത്ഥികളും 75 വിദ്യാർത്ഥിനികളും ഉൾപ്പെട്ട 2010 അഡ്മിഷൻ ബാച്ച് പൊലിക 2014 എന്ന പേരിൽ ഗ്രാമവാസ പരിപാടി നടത്തിയത്. 1992 രന്ധാവ കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസരിച്ചാണ് ഭാരതത്തിലെ കാർഷിക സർവകലാശാലകളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി റാവെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി അല്ലെങ്കിൽ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം നടപ്പിലാക്കിയത്. ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന വെല്ലുവിളിയെ നേരിടാൻ കാർഷിക വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ലക്ഷ്യം. കാർഷിക സർവകലാശാലകളിലെ BSc അഗ്രികൾച്ചർ ബിരുദ പാഠ്യപദ്ധതിയിലെ അവസാന വർഷ കുട്ടികൾക്ക് ഗ്രാമ അന്തരീക്ഷത്തിൽ പോയി താമസിച്ച് പ്രവർത്തിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും കൃഷിക്കാർക്ക് വേണ്ടി ഉതകുന്ന രീതിയിൽ പരിപാടികൾ നടത്തുകയും അവർക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക, അതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുമൂലം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഏതാനും വർഷം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിജയം കണ്ടിട്ട് 4ാമത് ഡീൻസ് കമ്മിറ്റി 4 വർഷം മുമ്പ് കൂടിയത് അത് 8 മൊഡ്യൂളായിരുന്നതിനെ 16 മൊഡ്യൂളാക്കി നടത്തണമെന്ന് ശുപാർശ ചെയ്യുകയും ഈ 16 മൊഡ്യൂളുകൾ ഓരോ ആഴ്ച നീണ്ടു നിൽക്കുന്നതും അതിൽ 1-2 എണ്ണം 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്നതുമായി ചിട്ടപ്പെടുത്തി. ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഗ്രാമവാസ പരിശീലന പരിപാടി. ഇത് 16ാമത്തെ ബാച്ചാണ് കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കി വരുന്നത്. ആകെ 20 ആഴ്ച നീണ്ടുനിന്ന റാവെ പരിപാടിയിൽ 16 മോഡ്യൂളുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അധ്യാപകരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മോഡ്യൂളുകൾ നടപ്പിലാക്കിയത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഈ പരിപാടി നടപ്പിലാക്കുന്നത് കാർഷിക കോളേജോ അതല്ലെങ്കിൽ അതിനടുത്ത വില്ലേജുകളാണ് സാധാരണഗതിയിൽ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് അറിയാം, വയനാട് കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ കർഷകർ വളരെയധികം പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃഷിക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും കർഷക പക്ഷത്ത് നിന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ വീക്ഷിക്കുവാനും അവർക്ക് ഒരു സഹായം എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ള രീതിയിൽ ആലോചിക്കാനും കൂടിയാണ്. അത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികളെ ഉത്ബുദ്ധരാക്കാനാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഗ്രാമീണ കാർഷിക ജീവിതത്തിന്റെ താളക്രമവുമായി വിദ്യാർത്ഥികളെ ബന്ധപ്പെടുത്തുന്ന രീതിയിലാണ് വിവിധ മോഡ്യൂളുകൾ ക്രമീകരിച്ചിരുന്നത്. ഓറിയന്റേഷൻ മോഡ്യൂളിനെ തുടർന്ന് കൃഷിഭവൻ പരിശീലനം, നീർമറി പ്രദേശ പരിപാലന വിശകലനം, ഫാം പ്ലാൻ തയ്യാറാക്കൽ, പുരോഗമന കർഷകരുമായുള്ള സഹവാസം, മാധ്യമപ്രവർത്തനം, കാർഷിക ക്ലിനിക്കുകളുടെ സംഘാടനം എന്നിവ ഇതേ ക്രമത്തിൽ ഒരേ പഞ്ചായത്തിൽ തന്നെ നടപ്പിലാക്കണമെന്ന് ആസൂത്രണം ചെയ്തിരുന്നു. ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ കുട്ടികൾ അവരുടെ പ്രവർത്തന മണ്ഡലമായ കാർഷിക മേഖലയിലെ അവരുടേതായ ആളുകളായ കർഷകരുടെ ഇടയിൽ ഓരോ വാർഡ് തോറും ഓരോ കർഷകരുമായിട്ട് അവരുടെ ബന്ധപ്പെടുകയും അവരുടേതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടേതായ വിജ്ഞാനം അങ്ങോട്ട് പകർന്നുകൊണ്ടും പാടത്തെയും അതുപോലെ തന്നെ നമ്മളെ പറമ്പിലെയുള്ള പ്രശ്നങ്ങളെ അവരവിടെ നിന്ന് ആർജിച്ച് അതിവിടെ വന്ന് പൊതുവായ ഒരു ഡിസ്കഷൻ എല്ലാ ദിവസവും വൈകുന്നേരം നടത്തുകയും അതിന് ഉത്തമമായ ഒരു സൊല്യൂഷൻ ഈ കർഷകർക്ക് പകർന്നു കൊടുക്കുകയും ഈ എക്സിബിഷനൊക്കെ നടന്നതോടുകൂടി കണ്ടമാനം ആളുകളെ നമ്മൾ ഈ ഗ്രാമപ്രദേശത്തുള്ള ആളുകളെ ഈ ഒരു പരിപാടിയിലേക്ക് ആകർഷിക്കുന്നതിനും വളരെയധികം കർഷകർക്ക് അവരുടേതായ രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും നേരിട്ട് വളരെ അടുത്ത് മനസ്സിലാക്കുന്നതിനും വളപ്രയോഗ രീതികളെക്കുറിച്ച്
പുതിയ മെഷീനറികളെക്കുറിച്ച്, അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള കാർഷിക പ്രവർത്തികളെക്കുറിച്ച്, പുതിയ മരുന്നുകളെക്കുറിച്ച്, മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ക്രമം തെറ്റി ഉപയോഗിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്, ഇങ്ങനെയെല്ലാം തന്നെ ഈ ഗ്രാമപ്രദേശത്തുള്ള കർഷകരുമായി ഇവർക്ക് വളരെ ഈ 10 ദിവസങ്ങളിൽ വളരെ നന്നായി തന്നെ സംവാദിക്കാനായിട്ട് സാധിച്ചു. ഇത് ഇവിടുത്തെ കർഷകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും തന്നെ ഭാവിയിൽ അവരുടെ പ്രവർത്തന മണ്ഡലമായ ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കേണ്ട എന്ന രീതിയിൽ ഇവർക്ക് ഈ ഒരു സന്ദർശന പരിപാടി വളരെയധികം ഗുണം ചെയ്യും. ഒരു പഞ്ചായത്തിലെ കർഷകരെയും അനുബന്ധ മേഖലകളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനും കാർഷിക മേഖലയുടെ ഗുണപരമായ മാറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള ഇടപെടലുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിനും കൂടിയായിരുന്നു ഗ്രാമവാസ പരിപാടി ആവിഷ്കരിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ അവരുടെ ഫീൽഡുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വില തകർച്ചയാണ്. ഒരു വിളയ്ക്ക് ഒരു കാലത്ത് നല്ല വിലയുണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം അതിന് ആ വില കിട്ടുമെന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ തന്നെ കൃഷി താറുമാറാവുകയാണ് ചെയ്യുന്നത്. പിന്നെ കർഷകർ നേരിടുന്ന വേറൊരു പ്രശ്നം, അവർ മാർക്കറ്റിലുള്ള വില അനുസരിച്ചാണ് കൃഷി ഇറക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇഞ്ചി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ വില നിൽക്കുന്നത്. അപ്പോൾ ഇഞ്ചി കൃഷി ഇത്തവണ എല്ലാ കർഷകരും തന്നെ ഒരുവിധം എല്ലാവരും തന്നെ ഇട്ടിട്ടുണ്ട്. അടുത്ത വർഷം അതിന് വില കൂടുവോ എന്നും സംശയമാണ്. PRA പങ്കാളിത്ത ഗ്രാമ വിശകലനം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ഇവിടുത്തെ ഗ്രാമത്തെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ നൂതന ടെക്നോളജി ഇവിടുത്തെ ഫാമേഴ്സ് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യുന്നില്ല. സ്വയം സഹായ സംഘങ്ങളിലും സർക്കാരിതര സംഘടനകളിലും നടത്തുന്ന ഓരോ ആഴ്ച വീതം നീണ്ടുനിന്ന പരിശീലനം വിദ്യാർത്ഥികളിൽ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും മതിപ്പും ഉളവാക്കാൻ സഹായിച്ചു. സംരംഭകത്വത്തിലും പദ്ധതി പരിപാലനത്തിലുമുള്ള പരിശീലനവും വ്യവസായ സംരംഭകത്വത്തിലെ പരിശീലനവും വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സ്വഭാവം വളർത്താനും സ്വയം തൊഴിൽ ചെയ്യാനും പ്രേരിപ്പിച്ചു. ഗവേഷണ സ്ഥാപനങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും നൽകുന്ന പരിശീലനം തൊഴിലധിഷ്ഠിത കാർഷിക വിദ്യാഭ്യാസത്തിൽ കൂടുതൽ താൽപര്യം ജനിപ്പിച്ചു. ഇതിൽ പ്രധാനമായും കാർഷിക പ്രദർശനം, കാർഷിക അധിഷ്ഠിത മത്സരങ്ങൾ, കർഷകർക്കും യുവാക്കൾക്കും വനിതകൾക്കുമായിട്ടുള്ള പരിശീലന പരിപാടികൾ, കാർഷിക പ്രശ്നോത്തരി, മറ്റ് പരിശീലന പരിപാടികൾ, മത്സരങ്ങൾ, അതിലുപരി ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കി, കൃഷി രീതി മനസ്സിലാക്കി, അവരുടെ സാമൂഹ്യ ജീവിതം മനസ്സിലാക്കി അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ബൃഹത്തായ കരട് രേഖ, വികസന പദ്ധതി കുട്ടികൾ തയ്യാറാക്കുകയും വിദ്യാർത്ഥികൾ നാളെ കൃഷി ഉദ്യോഗസ്ഥന്മാരായി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ കർഷകരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും കൃഷി മെച്ചപ്പെടുത്തുവാനുമുള്ള പരിശീലനം നൽകുക എന്നതാണ് ഗ്രാമവാസ പരിശീലന പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി ഓരോ വാർഡിലും, മൊത്തം ഈ പഞ്ചായത്തിൽ 23 വാർഡുകളാണ്, ഓരോ വാർഡ് സന്ദർശിക്കുകയും ആ ഓരോ വാർഡിൽ നിന്നും മികച്ച കർഷകരോട് ആയിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടുകയും അതല്ലാതെ അവിടുത്തെ കൃഷി രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും വാർഡ് മെമ്പറിൻ്റെ സഹായത്തിൽ ഓരോ വാർഡിലെയും അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ രൂപേണ ഓരോ വാർഡിലും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ക്ലസ്റ്റർ പോലെ ഞങ്ങൾ പല വാർഡുകളും ചേർന്ന് പഞ്ചായത്ത് ഓഫീസിൽ, കുടുംബശ്രീ യൂണിറ്റുകൾ, അങ്ങനെ പല സ്ഥലത്തായി കർഷകർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഏതൊക്കെ വിഷയങ്ങൾക്കാണോ അവർക്ക് ട്രെയിനിങ് വേണ്ടത് അതാത് വിഷയങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി. ഹൈടെക് ഫാമിംഗ്, പച്ചക്കറി കൃഷി എന്നുള്ള വിവിധ തരം വിഷയങ്ങളിൽ അവർക്ക് ട്രെയിനിങ് ക്ലാസ് കൊടുക്കാൻ പറ്റി. ബാങ്കിന്റെ പ്രവർത്തനങ്ങളിലുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് വിവിധ തരം ഗുണഭോക്താക്കൾക്കുള്ള കാർഷിക വായ്പാ പദ്ധതികളെയും അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെയും കുറിച്ചുള്ള അറിവും നൽകി. അച്ചടി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ വഴി മാധ്യമപ്രവർത്തന പരിശീലനം നൽകുകയും കാർഷിക ക്ലിനിക്കിൻ്റെയും
ഗ്രാമവാസ പരിപാടിയുടെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഗ്രാമസഹവാസ പരിപാടിയുടെ ഭാഗമായി വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിലുള്ള കുറിച്യാട്, കൊമ്പഞ്ചേരി മുതലായ കോളനികൾ സന്ദർശിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ജനജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഏറ്റവും കൂടുതൽ കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ, തികച്ചും നാടിൽ നിന്നും അന്യമായി മാറി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ചും പായലുകൾ ശേഖരിച്ചും അത് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റും ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതം ഏത് സ്ഥിതിയിലേക്ക് പോകുമെന്ന് അറിയാൻ വയ്യാതെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഓരോരുത്തരും. വയനാട്ടിലെ തനത് നാടൻ വസ്തുക്കളുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ ചിട്ടവട്ടത്തിലുള്ള അപൂർവ ഇനം സാധനങ്ങളുടെ പ്രദർശനം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. ഒരുപാട് പഴക്കമുള്ള സാധനങ്ങളാണിത്. എൻ്റെ അറിവിൽ തന്നെ ഏകദേശം പറഞ്ഞു കേട്ടിടത്തോളം 10-200 വർഷം എന്തായാലും പഴക്കമുണ്ടാവും. അപ്പോൾ പൂർവികമായിട്ട് നേരത്തെ ഉള്ളത് കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്നതിന് അന്ന് ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അന്ന് ഉപയോഗിച്ചിരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല, എല്ലാം ഇവിടുന്ന് ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൃഷിയായി ബന്ധപ്പെട്ടിട്ട് വേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ പല സാധനങ്ങളും അപൂർവമായി വരികയാണ്, കാണാനില്ല. ഒന്ന് ഞങ്ങളുടെ നാടൻ കയറുകൾ, ഒഴമക്കയർ എന്ന് അതിന് പറയാം, അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ ഞങ്ങളുടെ ആദിവാസികൾക്ക് ഞങ്ങളുടെ ആചാരപ്രകാരം നടത്തുന്ന പല കാര്യങ്ങളും മുതലിവള എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതിൽ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ അപൂർവമായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ ആളുകളിൽ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും സൂക്ഷിക്കാനാർക്കും കഴിയാത്തതുകൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എങ്ങനെയോ ഞങ്ങളുടെ ശ്രദ്ധ കൊണ്ട് കുറച്ച് ബാക്കി വന്ന സാധനമാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടി പ്രദർശിപ്പിക്കാൻ കൊണ്ട്. വെള്ളായണി കാർഷിക കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൂരെ വന്ന് ഇത്രയും ഒരു കർഷക മേഖല വന്ന് നടത്തുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ്. തീർച്ചയായും ഇനി വരും കൊല്ലങ്ങളിൽ ഇത്തരം മേഖലകൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്താനുള്ള താല്പര്യം നമുക്കുണ്ടാക്കുന്നതിനും ഈ വർഷത്തെ ഈ വില്ലേജ് സ്റ്റേ അല്ലെങ്കിൽ ഗ്രാമ സഹവാസ പരിപാടി ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പഠനമുറിയിൽ നിന്നും മാറി കർഷകരെയും അവരുടെ കാർഷിക പ്രവൃത്തിയെയും അടുത്തറിയാനുള്ള വേദിയായി മാറി 10 ദിവസം നീണ്ടുനിന്ന ഈ ഗ്രാമവാസ പരിപാടി പൊലിക 2014. സ്വർഗീയ ഫലമെന്നറിയപ്പെടുന്ന കൈതച്ചക്ക കേരളത്തിൽ എറണാകുളം, കോട്ടയം, കണ്ണൂർ, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഉഷ്ണമേഖലാ ഫലവർഗമായ ഈ പഴത്തിന്റെ ക്യൂ, മൗറീഷ്യസ് എന്നീ ഇനങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ കന്നാര എന്നറിയപ്പെടുന്ന ഇനമാണ് മൗറീഷ്യസ്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഇവ നട്ടാൽ ആദ്യ വർഷം തന്നെ വിളവെടുക്കാം. പച്ച നിറമുള്ള ഈ ചക്കകൾ പഴുക്കുമ്പോൾ മഞ്ഞ നിറത്തിലോ ഇളം ചുവപ്പ് നിറത്തിലോ കാണപ്പെടുന്നു. നാരിന്റെ അംശം കൂടുതലുള്ള ഇവയുടെ ഉൾഭാഗം മഞ്ഞ നിറത്തിലായിരിക്കും. ക്യൂ വിഭാഗത്തിൽ കാണപ്പെടുന്ന കൈതച്ചക്ക കോൺ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. മൂപ്പെത്തുന്നതുവരെ ഇവ ഇരുണ്ട പച്ച നിറത്തിൽ കാണപ്പെടുന്നു. പിന്നീട് പഴുക്കുമ്പോൾ ഇവയുടെ ചുവട്ടിൽ നിന്നും മുകളിലേക്ക് മഞ്ഞ നിറം വ്യാപിക്കുന്നു. ധാരാളം നീരും നല്ല മധുരവുമുള്ള ഈ ഇനമാണ് സാധാരണയായി ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നത്. പഴ സംസ്കരണ ഫാക്ടറികളാണ് പ്രധാനമായും ഈ വിഭാഗം ഉപയോഗിക്കുന്നത്. ഇവയുടെ ഫലങ്ങൾ വലിപ്പമേറിയതായിരിക്കും. ഉയരം കുറഞ്ഞ സ്ഥലത്ത് ധാരാളമായി വളരുന്ന ഈ പഴവർഗം
വെള്ളക്കെട്ടുള്ള പ്രദേശം ഒഴികെ മറ്റെല്ലാ തരത്തിലുമുള്ള മണ്ണിലും നന്നായി വളരുന്നു. കൈതച്ചക്കയിൽ പ്രത്യേക ജലശേഖരണ കോശമുണ്ട് എന്നത് ഇവയുടെ സവിശേഷതയാണ്. ഇതുമൂലം ഈ ചെടിക്ക് വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്നു. കൈതച്ചക്ക നടാൻ അനുയോജ്യമായ കാലം മെയ് ജൂൺ മാസമാണ്. നിലം ഉഴുത് നിരപ്പാക്കിയ ശേഷം മണ്ണിന്റെ പ്രത്യേകതയനുസരിച്ച് ആവശ്യാനുസരണം ചാലുകൾ കീറണം. ആരോഗ്യമുള്ള കന്നുകൾ മാത്രമേ നടാനായി തിരഞ്ഞെടുക്കാവൂ. ഇവ തണലുള്ള തുറസായ സ്ഥലത്തിട്ട് ഉണക്കിയെടുക്കണം. കന്നുകളുടെ ഏറ്റവും പുറമേയുള്ള ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്ത ശേഷം വീണ്ടും ഒരാഴ്ച കൂടി ഉണക്കണം. നടുന്നതിനു മുൻപായി ഇവയെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതത്തിൽ മുക്കണം. പിന്നീട് മണ്ണ് ഇളക്കിയതിനു ശേഷം 2 വരിയായി ചെടികൾ നടാവുന്നതാണ്. ചെടികൾ തമ്മിൽ കുറഞ്ഞത് 30 സെന്റിമീറ്റർ അകലം വേണം. കന്നുകാലി അവശിഷ്ടങ്ങൾ, പാഴ്വസ്തുക്കൾ തുടങ്ങിയ ജൈവവളമാണ് ഈ കൃഷിക്ക് അനുയോജ്യം. ജൈവവളം ഹെക്ടറിന് 25 ടൺ എന്ന തോതിൽ അടിവളമായി ഉപയോഗിക്കണം. വളപ്രയോഗം പൂർത്തിയായതിനു ശേഷം ചാലിലെ വശങ്ങളിലെ മണ്ണ് ചെറിയ തോതിൽ ഇളക്കി കൊടുക്കണം. വേനൽക്കാലമാണെങ്കിൽ 22 ദിവസത്തിലൊരിക്കൽ ജലസേചനം നടത്തേണ്ടതാണ്. കൃഷി സമയത്ത് കളനിയന്ത്രണത്തിനായി കളനാശിനികൾ ഉപയോഗിക്കാം. ചെടികൾ മുളയ്ക്കുന്നതിന് മുൻപ് തന്നെ കളനാശിനികൾ പ്രയോഗിക്കുന്നതാണ് ഉത്തമം. ഇത് കളകളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സാധാരണയായി യാതൊരു തരത്തിലുമുള്ള രോഗകീടബാധകളും കൈതച്ചക്കയിൽ കാണാറില്ല. പൈനാപ്പിൾ കൃഷിയിൽ നിലവിലുള്ള ഒരു സവിശേഷതയാണ് കുറ്റിവിള കൃഷി. വിളവെടുത്ത ശേഷം അവശേഷിക്കുന്ന ചെടി വീണ്ടും വളർത്തിയെടുക്കുന്ന രീതിയാണ് കുറ്റിവിള കൃഷി. ആദ്യ വിളയ്ക്കു ശേഷം മാതൃസസ്യത്തിന്റെ 1-2 കന്നുകൾ നിലനിർത്തി ബാക്കിയുള്ളവ വെട്ടിക്കളയണം. ഇതുകൂടാതെ വളപ്രയോഗവും മണ്ണ് കൊത്തിയിളക്കി കൊടുക്കുന്നതും കുറ്റിവിള കൃഷിയെ സഹായിക്കുന്നുണ്ട്. ശ്രദ്ധയോടെയുള്ള പരിചരണം നൽകിയാൽ ഒരു ചെടിയിൽ നിന്ന് വീണ്ടും 3 തവണയെങ്കിലും വിളവെടുക്കാം. ഏകദേശം 2 ഇഞ്ച് തണ്ട് വരത്തക്ക വിധമാണ് ചെടിയിൽ നിന്നും കൈതച്ചക്ക അടർത്തിയെടുക്കേണ്ടത്. ചക്കയുടെ തലഭാഗം മുകളിൽ വരത്തക്ക വണ്ണം വൈക്കോൽ കൊണ്ട് പൊതിഞ്ഞ് വീഞ്ഞപ്പെട്ടിയിൽ നിരയായി അടുക്കിവെച്ചാണ് ഇവ വിപണിയിലെത്തിക്കുന്നത്.